ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേതു താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നും ഒരു ഭാര്യയെ സംരക്ഷിക്കാൻ പോലും കഴിവില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ മുന്നിൽ വന്ന് ഭയങ്കര പ്രകടനങ്ങളും കാര്യങ്ങളും. എൻ്റെ മോൻ വിഷമിക്കല്ലേടാ, എൻ്റെ മോൻ വിഷമിക്കല്ലേടാ എന്നും പറഞ്ഞ അമ്മ. എനിക്കില്ലാത്ത എന്ത് ഗുണം അമ്മ അവനുള്ളത്, അമ്മ ഞാനിനി എന്താ അമ്മ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഇത്. അപ്പോൾ എപ്പോഴും അവൾ മാത്രം ജയിക്കുവാണ്, ഞാൻ ജയിക്കില്ല, ഇനി ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ ശരിക്കും ഭ്രാന്ത് കാണിക്കുവാണ് ഇന്ദ്രൻ്റെ സമനില മൊത്തത്തിൽ തെറ്റി. അപ്പോഴാണ് വിശ്വജിത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. അനിയനെ കണ്ടപ്പോൾ ഏട്ടൻ ചെയ്തു കൂട്ടിയത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ചെന്ന് അതിൻ്റെ നേരെ അങ്ങ് കണ്ണും മിഴിച്ചങ്ങ് നിന്നിട്ട് നീയും എന്നെ കുറ്റപ്പെടുത്തുവാണെന്ന് ചോദിച്ചു. അപ്പം തെറ്റ് കണ്ടാൽ ഞാനത് പറയും, ഏട്ടൻ ഇപ്പോൾ ആവശ്യം നല്ലൊരു ചികിത്സയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രജിത്ത് വേഗം അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പം ഞാനൊരു മാനസിക രോഗിയാണെന്നാണോ നീയും പറയുന്നേ? അമ്മേ, ഇവനെ സൂക്ഷിക്കണം കേട്ടോ അമ്മ, ഇവനെ സൂക്ഷിക്കണം. ഇവനെങ്ങാനും ചെന്ന് കോടതി പറഞ്ഞാൽ അത് പെട്ടുപോകും, ഡിവോഴ്സ് കിട്ടും പല്ലവിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അവനൊരിക്കലും അത് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു. അന്നേരം വിശ്വജിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഇന്ദ്രൻ. ഇനി എങ്ങാനും അത്തരത്തിലുള്ളൊരു വാക്ക് നീ ഉച്ചരിച്ചാലേ നിന്നെ ഞാൻ കൊല്ലും, അനിയനാണെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ഞാനങ്ങ് മറന്നേക്കും, കേട്ടോടാ ബ്രദറേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ഇന്ദ്രൻ അങ്ങ് പറഞ്ഞു. അപ്പോൾ വിശ്വൻ അങ്ങ് കയറിപ്പോയി. ഈ സമയത്ത് അമ്മയോട് ഇങ്ങനെ തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുക. അപ്പോഴേക്കും അനിയൻ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇന്ദ്രേട്ടൻ്റെ അവസ്ഥ വഷളാകുന്നതിന് മുൻപ് അമ്മ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന്. ചോദിച്ചത് കേട്ടില്ലേ, തനിക്കില്ലാത്ത എന്ത് ഗുണമാ സേതുവിനുള്ളതെന്ന്? ഉത്തരം അമ്മയും പറഞ്ഞില്ലല്ലോ എന്ന് വിശ്വജിത്ത്. കെയർ, സ്നേഹം, അതൊക്കെ തന്നെ അതിൻ്റെ ഉത്തരം. അത് കൊടുത്തിരുന്നെങ്കിലേ ഏട്ടത്തി ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. തെറ്റ് ചെയ്തത് മുഴുവൻ ഞാനൊരുത്തിയാണെന്നാണോ നീ കുറ്റപ്പെടുത്തുന്നതെന്ന് മകനോട് അമ്മ ചോദിച്ചപ്പോൾ അതെ, അമ്മ തന്നെ എല്ലാത്തിനും കാരണക്കാരി. ആദ്യം അച്ഛനെ നഷ്ടപ്പെടുത്തി, ഇപ്പോൾ ഏട്ടനെയും അമ്മ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അച്ഛൻ ഈ വീട്ടിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിലേ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സ്നേഹത്തോടെ ഏട്ടനെ വളർത്തിയിരുന്നെങ്കിൽ, ഒരു നല്ല ബാല്യകാലം ഏട്ടനെ കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ഏട്ടൻ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് വിശ്വൻ പുള്ളിക്കാരിയോട് പറയുക. അമ്മ തന്നെ എല്ലാത്തിനും കുറ്റക്കാരിയെന്നും അമ്മ ഒറ്റ ഒരുത്തിയാണ് ഈ കുടുംബം നശിപ്പിച്ചത്. അതൊക്കെ കേട്ട അമ്മ നെഞ്ചു പൊട്ടി കരയുക. മകൻ പറയുന്ന വാക്കുകൾക്ക് ഉത്തരവില്ലാതെ അവിടെ ഇരുന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു രാജലക്ഷ്മി. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ സേതുവിനെ ആട്ടോ. സേതു ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ഷീണോ എനിക്കോ? എന്തിനോ ഒരു ക്ഷീണവും ഇല്ല, എനിക്കോ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചു, അതെ സ്വാതിയും അതുപോലെ ഋതുവും കൂടെ അമ്മ എരിവേറ്റി ഇട്ടിട്ടുണ്ട്, ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ തിരിച്ചൊന്നും പറയണ്ട കേട്ടോ സേതുവേട്ടാന്ന് പറഞ്ഞ അച്ചു ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ വന്ന് മുന്നേ തന്നെ താക്കീത് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ പൂർണിമ അങ്ങോട്ടേക്ക് വന്നു. നിന്റെ അച്ഛൻ മാധവമേനോനെ നാട്ടിലൊരു നിലയും വിലയും ഉണ്ടായിരുന്നു, നീയായിട്ടത് നശിപ്പിക്കുക സേതു എന്നും ചോദിച്ചു പൂർണിമ. അതെന്താ പൂർണിമ അമ്മേ, ഒരാളുമായിട്ട് പരസ്യമായി തല്ലുകൂടരുത്, മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്നും പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക നമ്മുടെ സേതു. അതുപോലെ അച്ചു ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. സ്വാതിയെക്കുറിച്ചും പല്ലവിയെക്കുറിച്ചും മോശമായി പറഞ്ഞ ഞാൻ പിന്നെ എങ്ങനെ അത് കേട്ട് സഹിച്ച് നിൽക്കും എന്ന് ചോദിച്ചു സേതു. അന്നേരം ഇത് കേട്ടിങ്ങനെ നമ്മുടെ അച്ചു ചിരിക്കുക. ഞാനൊരാണല്ലേ, എൻ്റെ രക്തം തിളക്കില്ലേ, അപ്പം രക്തം തിളച്ചാലും അത് അടക്കണമെന്ന് പൂർണിമ പറഞ്ഞു. ഇന്ന് സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും ഉണ്ടാകരുതെന്നും പൂർണിമ പറഞ്ഞു കൊടുക്കുക. ഇനി ഒരടിയും പിടിയും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇങ്ങനെ പല്ലവിയും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ പെങ്ങന്മാരെ പറ്റി ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്മേ, ഞാൻ പ്രതികരിച്ച് പോകും, അതിന് ഇനി എന്ത് സംഭവിച്ചാലും ശരിയെന്ന്. അപ്പം അച്ഛൻ ഇങ്ങനെ പല്ലവിയെ നോക്കുമ്പോൾ അതെ മോനെ, അച്ഛൻ്റെ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ നിനക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. നീ ഒരു ക്രിമിനൽ കേസിൽ പെട്ടാൽ അത് നിന്റെ അവകാശങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യം പൂർണിമ പറയുക. അപ്പോൾ പല്ലവിയും ആലോചിക്കുന്നു, നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ നടത്തിപ്പിനെയും അത് ബാധിക്കും മോനെ എന്നും പൂർണിമ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നും പറഞ്ഞ് പൂർണിമ പറഞ്ഞു. പിന്നെ നീ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വേണം, ഒരു കാവലാളായിട്ട് എനിക്ക് നിന്നെ വേണമെന്നൊക്കെ പറഞ്ഞു. അതിനൊരു മാറ്റം ഉണ്ടാകാൻ എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പൂർണിമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സേതു ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൂർണിമ വന്ന് സേതുവിനോട് ആ ഒരിത് പറയാം. അപ്പോൾ പെങ്ങന്മാരെ ആരും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയും. ഇങ്ങോട്ടടിച്ചാൽ നിന്ന് കൊള്ളാൻ ഞാൻ പഠിച്ചിട്ടില്ലമ്മേ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വെയിലത്തുനിന്ന് കയറി വന്നവനല്ലേ ഞാൻ, ജീവിതം നല്ലതൊന്നും തന്നിട്ടില്ല എനിക്ക് ഇതുവരെയെന്നും പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളൊക്കെ പൂർണിമയുടെ മുന്നിലിരുന്ന് സേതു ഇങ്ങനെ തുറന്നു സംസാരിക്കുന്നു. അതുകൊണ്ട് മരിക്കാൻ നേരത്ത് എൻ്റെ ശീലമൊന്നും, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ശീലമൊന്നും മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല എന്നും പറയും. ഇനി എന്തായാലും ഞാനത് ശ്രമിച്ചോളാം എന്നും പറഞ്ഞ്
പൂർണിമാമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാൻ ശ്രമിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം നിന്നോടുള്ള സ്നേഹം കൊണ്ടാ മോനെ അമ്മ ഇതൊക്കെ പറയുന്നേ. നന്മയെ കരുതി നീ ഈ അമ്മയോട് പൊറുക്കാനും നമ്മുടെ പൂർണിമ സേതുവിനോട് പറഞ്ഞു കൊടുത്തു. അതും പറഞ്ഞ് പൂർണിമ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ അച്ചുവും പല്ലവിയും കൂടെ അവിടെ എങ്ങനെ നിൽക്കുക. സേതുവേട്ടൻ്റെ ഭാവിയെ പറ്റി കേട്ടോ അമ്മ ആലോചിക്കുന്നേ. അതിനമ്മയെ തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ എന്ന് പല്ലവി അന്നേരം പറഞ്ഞു. അതെ, അമ്മ അങ്ങനെ പലതും പറയും. ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവരെ തല്ലി താഴെ ഇടുന്ന ധീരനായ ഒരു ഏട്ടൻ എനിക്ക് ആവശ്യമെന്ന് നമ്മുടെ അച്ചു. ഹീറോയായ എൻ്റെ ഏട്ടൻ, ചങ്കൂറ്റുള്ള എൻ്റെ ഏട്ടൻ എന്നൊക്കെ അച്ചു ഇങ്ങനെ പറഞ്ഞു. അച്ചു വന്നിട്ട് അതൊക്കെ പറഞ്ഞു കൊണ്ട് തോളയിൽ ഇങ്ങനെ തട്ടുമ്പോൾ പാവ സേതുവിന് വേദന എടുക്കുന്നുണ്ട്. അതെ, ഏട്ടൻ ഹീറോ ആകുമ്പോഴേ ചേച്ചി ആട്ടോ ഹീറോയിൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഇങ്ങനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ശരിക്കും ഇതിലെ വില്ലൻ അയാളാ, ആ ഇന്ദ്രജിത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു. ഇതൊക്കെ ആയിട്ട് പല്ലവിയും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. സൂക്ഷിച്ചോളണം കേട്ടോ, തിരിച്ചടി എന്തായാലും ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തായാലും ഇനി ഇന്ദ്രന് കോളേജിലേക്ക് വരില്ലല്ലോ, അങ്ങനെ നോക്കുമ്പോൾ ആ അടി ഉണ്ടായത് നന്നായെന്ന് എനിക്ക് തോന്നണേ എന്ന് പല്ലവി പറഞ്ഞു. അതെ എന്നും പറഞ്ഞ് സേതു എന്നാലും സൂക്ഷിക്കണം, നല്ലതുപോലെ സൂക്ഷിക്കണമെന്ന് പറയാം. അച്ചു പറഞ്ഞതുപോലെ തിരിച്ചടികൾ എന്തായാലും ഉണ്ടാകും, 100% ഉറപ്പാണ്, കരുതിയിരിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ സേതു പല്ലവിയോടും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഋതുക ഇങ്ങനെ ഒരിടത്ത് പോയി മാറി നിൽക്കുമ്പോൾ അമ്മാവൻ അങ്ങോട്ടേക്ക് വന്നു. മോള് തിരക്കേന്ന് പറഞ്ഞു. എന്താ മോളെന്ന് ചോദിച്ചു. കുറുപ്പമ്മാവൻ വന്നു. അച്ഛനെക്കുറിച്ച് ചോദിക്കാനാ എന്ന് ഋതുക ഇങ്ങനെ ചോദിക്കുക. അച്ഛന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കടങ്ങളോ മറ്റെന്തെങ്കിലും ബാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പം എൻ്റെ അറിവിലൊന്നുമില്ല മോളെ. മോളെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ? അല്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും അച്ഛൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഈ തിരുമേനി പറഞ്ഞതെന്ന് ഋതുക ചോദിക്കുക. അത് സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ മുതൽ മനസ്സിനൊരു സ്വസ്ഥതയില്ല എന്നിവർ തമ്മിൽ സംസാരിക്കുക. അപ്പോൾ പ്രതാപൻ ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വരും. ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത് എന്നറിയാനായിട്ട്. ഉറക്കം പോലും ശരിക്കും കിട്ടുന്നില്ല കുറുപ്പമാവ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുകയാണോ എന്നും ചോദിച്ചാൽ പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നേ. അതെ, അച്ഛൻ്റെ മരണത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞപ്പോൾ പ്രതാപൻ്റെ കണ്ണും വായൊക്കെ പിഴിയാൻ തുടങ്ങി. ആ തിരുമേനി മോൾ ഇതുവരെ അത് വിട്ടില്ലേ എന്ന് ചോദിച്ചു പ്രതാപൻ. എൻ്റെ മോളെ കാശടിക്കാനുള്ള ഓരോ സൂത്രങ്ങളല്ലേ അതൊക്കെ. അപ്പം തിരുമേനി അങ്ങനെയുള്ള ഒരാളല്ല എന്ന് കുറുപ്പമാവൻ പറഞ്ഞപ്പോൾ അതെ കുറുപ്പിന് തോന്നും. അതെ, ഹോമം, ഉച്ചാടനം, പരിഹാരക്രിയ, ലക്ഷങ്ങൾ പോകും, ലക്ഷങ്ങൾ. അപ്പം അതൊന്നും അല്ലെങ്കിലേ എന്തുകൊണ്ടായിരിക്കും തിരുമേനി വന്നപ്പോൾ ചില ദുർനിമിത്തങ്ങൾ വീട്ടിൽ കണ്ടത് എന്ന് നമ്മുടെ ഋതുക ചോദിക്കുക. അച്ഛൻ്റെ ഫോട്ടോ വരെ നിലത്ത് വീണില്ലേ? അത് പിന്നെ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പ്രതാപൻ പറയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അളിയൻ മരിച്ചതേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പറയണു. മരിച്ചത് ആശുപത്രി വെച്ചിട്ടല്ലേ, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. പിന്നെ വളരെ സമാധാനത്തോടെയാണ് അളിയൻ കണ്ണടച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്തോ എനിക്ക് തീരെ സമാധാനം ഇല്ല എന്ന് ഋതുക പറയണു. കുറുപ്പമ്മോൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക. മോളിപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി ഒന്നും അല്ല ആലോചിക്കേണ്ടത്, കല്യാണമാണ് വരുന്നത്, കല്യാണം, അതിൻ്റെ തയ്യാറെടുപ്പുകളെ പറ്റിയാണ് മോള് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞിങ്ങനെ തലയാട്ടി നിൽക്കുക ഋതുക. സേതുവിനെ മാത്രം ഏൽപ്പിച്ചാൽ എല്ലാം ഭംഗിയാകുമെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് നമ്മുടെ പ്രതാപം പറഞ്ഞു. എല്ലാത്തിലും മോളുടെ ഒരു കണ്ണുകൂടി വേണം. അപ്പം ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്കിളെ എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം. ഈ കല്യാണം നമ്മളുടെ അഭിമാനത്തിൻ്റെ കൂടെ പ്രശ്നമാണ്, കാലക്കണം. കുറുപ്പ് എന്ത് പറയുന്നു എന്ന് പ്രതാപൻ ചോദിച്ചപ്പം ഞാൻ അതിനെപ്പറ്റിയൊക്കെ എന്ത് പറയാനാ? സേതു നല്ലവനാ, ആത്മാർത്ഥതയുള്ളവൻ തന്നെയാണ്. അവനുള്ളത് കൊണ്ട് എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്ന് കുറുപ്പമ്മാവൻ പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ. അപ്പോൾ കുറുപ്പമ്മാവൻ അത്രയും പറഞ്ഞു അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഋതുകയ്ക്കും സംശയമായി തുടങ്ങി അച്ഛൻ്റെ മരണത്തിൽ. ഇത് കേട്ട് കുറുപ്പമ്മാവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മോളെ എല്ലാവരും അവൻ്റെ ആൾക്കാരാ, സൂക്ഷിക്കണം മോളെ, സൂക്ഷിക്കണം. അവസാനമേ നീ തെറിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞ് പ്രതാപൻ ഋതുകയെ ഇങ്ങനെ വിഷം കുത്തി വെച്ചു. പക്ഷേ ഋതുക അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലും അതുപോലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രതാപനും അതുപോലെ തന്നെ ഋതുകയും കൂടിയാണ് വരുന്നത്. ആ സമയം പ്രതാപനെയും കൂട്ടിക്കൊണ്ട് ഋതുക വന്നു. അപ്പോൾ എന്താ മോൾ ഇവിടെയെന്ന് ചോദിച്ചപ്പം എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം അങ്കിൾ. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. മോൾക്കെന്താ അസുഖം? അപ്പോൾ എനിക്ക് അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല, അന്ന് അച്ഛനെ ചികിത്സിച്ച ഡോക്ടറില്ലേ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് ഋതുക പറഞ്ഞപ്പോൾ എന്തിനാ മോളെ വെറുതെ ആവശ്യമില്ലാതെ അവരെയൊക്കെ കാണുന്നതെന്ന് ചോദിച്ചു ഈ പ്രതാപൻ. അത് കേട്ടപ്പോൾ ഞാൻ അച്ഛൻ്റെ മരണത്തിൻ്റെ പിന്നാലെ തന്നെ അങ്കിൾ, എനിക്ക് സത്യം അറിയണം എന്ന് ഋതുക പറയുമ്പോൾ പ്രതാപൻ ഞെട്ടി. എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്കത് അറിയാമായിരിക്കുമല്ലോ എന്നും പറഞ്ഞു. അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ച് എനിക്കത് മനസ്സിലാക്കണമെന്നും ഋതുക പറയുന്നത് കേട്ടപ്പോൾ ഈ കല്യാണം തലയ്ക്ക് പിടിച്ച് നിൽക്കുമ്പോഴാണ് മോൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അങ്കിളിന് താല്പര്യമില്ലെങ്കിൽ അങ്കിൾ തിരിച്ചു പോയിക്കോ,
ഞാൻ ഏതായാലും സംശയം തീർത്തിട്ട് ഇവിടുന്ന് മടങ്ങത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതിക ഇങ്ങനെ പറയാം. പിന്നെ എനിക്കൊരു ഉപകാരം അങ്കിൾ ചെയ്യണം. ഞാനിവിടെ വന്ന വിവരം ഒരു കാരണവശാലും മറ്റാരും അറിയരുത് എന്ന് പറഞ്ഞ് അങ്കിൾ ആരോടും പറയുകയും ചെയ്യരുതെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറയാനൊന്നും പോണില്ല മോളെ. പിന്നെ ഞാനെന്തിനാ അതിനെപ്പറ്റിയൊക്കെ പറയണം? അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. എൻ്റെ അളിയനാ പോയത്, എൻ്റെ അളിയൻ. അതിൻ്റെ സങ്കടം ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപ എന്ന് തികച്ച് വിളിക്കില്ലായിരുന്നു അളിയൻ. അറിയോ മോൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാം, എല്ലാവരെയും അറിയാമെന്നും പറഞ്ഞുകൊണ്ട് പറയാം. പക്ഷേ കുറച്ചുകൂടി അറിയണം, അതിനാണ് ഞാനിവിടെ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഋതിക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ പ്രതാപൻ ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുക. അച്ഛനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അങ്കിൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ ഋതിക പറയുക. നിന്നില്ലെങ്കിലും ഞാനത് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്കിൾ എന്ന് പറഞ്ഞു. ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അച്ഛൻ്റെ മരണരഹസ്യം അത് കണ്ടുപിടിച്ചേ ഞാൻ അടങ്ങൂ എന്ന് ഋതിക പ്രതാപനോട് തറപ്പിച്ചു പറയുന്നു. അങ്ങനെ അതും പറഞ്ഞ ഋതിക അങ്ങോട്ട് പോകുമ്പോൾ പ്രതാപം പെട്ട് നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലാതെ പ്രതാപൻ ആകെ ഞെട്ടുക കേട്ടോ. പിന്നെ പുറകെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പുറകെ പോയിരിക്കുന്നു. ഈ സമയത്ത് ഋതിക ആരെയൊക്കെ ഫോണിൽ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്കിളെ, അതെ, മരിക്കുന്നതിന് തൊട്ടു മുൻപ് അച്ഛൻ അച്ചുവിനെ കണ്ടിരുന്നു. അന്ന് അച്ഛൻ എന്താണോ അവളോട് പറഞ്ഞത് അതിപ്പോൾ എനിക്കും അറിയാം എന്ന് നമ്മുടെ ഋതിക പറയാം. അപ്പം എന്താ മോളെ അത്? അങ്കിളിനോട് കൂടി പറ. അപ്പോൾ രഹസ്യങ്ങളാ, പുറത്തു പറയാൻ പാടില്ലെന്ന് അച്ഛൻ അച്ചുവിനോട് ആവശ്യപ്പെട്ടത് എന്ന് ഋതിക പറഞ്ഞപ്പോൾ അതെന്തായിരിക്കും അങ്ങനെ ഒരു രഹസ്യം? അപ്പം അങ്കിള് പേടിച്ചു പോയോ എന്ന് ഋതിക ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കുവോ ഇയാൾ. അച്ഛൻ മരിച്ച ആ സേതു എന്ന് പറയുന്ന ആളെ വിളിച്ചുകൊണ്ട് വന്നെ അയാളെ മുന്നിൽ നിർത്തി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് അച്ചുവിനെ പറഞ്ഞേൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അതാണോ? ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. അതെന്താ അങ്കിളെ? ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മോളെ. ഈ ഇടയായിട്ടേ അങ്ങനെയാ, വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും മോളെ. അതാ. എന്നാൽ ആവശ്യമുള്ള എന്തെങ്കിലും ആണോ? എന്നാലോ അതും ഒന്നുമല്ല. മനസ്സിങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കുകയാണെന്നും പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ പറയുക. വല്ലാത്ത സ്ട്രെസ്സാണ് മോളെ, വല്ലാത്ത സ്ട്രെസ്സ്. പിന്നെ ഉണ്ടല്ലോ, എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്നൊന്നും എനിക്കൊരു നിശ്ചയവും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്കിളിന് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാൻ പോകുന്നില്ലെന്നേ. അങ്കിൾ ഇനിയും കുറേ കാലം കൂടി ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുമെന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ പറയുക. ഋതിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നേഴ്സ് വന്നു. അതെ, ഡോക്ടർ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നു. ഡോക്ടറുടെ അരികിലിരിക്കുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ എന്താ കാണുമെന്ന് ഋതിക ചോദിച്ചപ്പം അപ്പം ജ്യോത്സ്യൻ, ചില ഫ്രോഡ് ജ്യോത്സ്യന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഡോക്ടറെ, മനുഷ്യന്മാരുടെ മനസമാധാനം കളയാനായിട്ട്. അപ്പോൾ ഡോക്ടർ ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അദ്ദേഹം അങ്ങനെ മോശം ജ്യോത്സ്യരൊന്നും അല്ല ഡോക്ടറെ, നല്ല കഴിവുള്ള ആൾ തന്നെയാണെന്ന് ഋതിക അന്നേരം പറഞ്ഞു. അദ്ദേഹം കബഡി നേരത്തെ ഒരു പ്രവചനം നടത്തുമ്പോൾ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത മകളെന്നുള്ള നിലയിൽ എനിക്കുണ്ടല്ലോ ഡോക്ടറെ. അപ്പം തീർച്ചയായും ഉണ്ട്, അത് അങ്ങനെ തന്നെ ചെയ്യുകയും വേണമെന്ന് ഡോക്ടറും ഋതികയോട് പറയാം. പക്ഷേ മാധവമേനോൻ്റെ കേസിൽ ജോൽസിന് തെറ്റുപറ്റുന്നേ ഞാൻ പറയൂ എന്ന് നമ്മുടെ ഡോക്ടർ പറയുന്നു. അപ്പോഴാണ് പ്രതാപൻ്റെ ശ്വാസം നേരെ വീണത്. അങ്ങനെ നമ്മുടെ ഋതിക ഇരിക്കുന്നു. ഇവിടെ വെച്ചാണല്ലോ മാധവമേനോൻ മരിക്കുന്നത്. കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം, അതാണ് ശരിക്കും പറഞ്ഞാൽ മരണകാരണം. അപ്പോൾ ഋതിക ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. പ്രതാപൻ നേരത്തേനും സമാധാനമായിട്ടിരിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാനിത് പലവട്ടം പറഞ്ഞതാ ഡോക്ടറെ, കേൾക്കണ്ടേ എന്നും ചോദിച്ചിങ്ങനെ. അറ്റാക്ക് വരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ ഡോക്ടറെ. അപ്പോൾ അച്ഛൻ്റെ കേസിൽ അത് എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല, അറ്റാക്ക് വരാനിപ്പോൾ എന്തോന്നു കാരണം? നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണ് എത്രയോ പേര് മരിക്കുന്നു എന്നൊക്കെ പ്രതാപൻ ചോദിക്കുക. അതും ചെറുപ്പക്കാര്. ഈ സമയം അങ്കിള് ഡോക്ടർ പറയട്ടെ അങ്കിളെ എന്ന് ഋതിക പറഞ്ഞു. മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും മൈൽഡായിട്ടൊരു അറ്റാക്ക് വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഡോക്ടർ അന്നേരം പറഞ്ഞു. അന്ന് അതെന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഗൗരവത്തിൽ എടുത്തിട്ടും ഉണ്ടാവില്ല. പലർക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മോളെ ഇപ്പോൾ ബോധ്യമായല്ലോ ജ്യോത്സ്യം പറഞ്ഞതിലൊന്നും സത്യമില്ല എന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ ഈ സമയത്ത് ഇന്നത്തെ കാലത്തും ജ്യോത്സ്യന്മാരെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം എന്നൊക്കെ പറഞ്ഞ് പ്രതാപം ഇന്ന് ഡയലോഗ് അടിക്കുക. അതും ഇതുപോലൊരു കേസിൽ നിന്നെപ്പോലൊരു കുട്ടി, അതും കഷ്ടമാണ് മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അങ്കിളെ, എൻ്റെ അച്ഛനാണ് മരിച്ചത്, ആ മരണം സ്വാഭാവികമല്ല എന്ന് ആര് പറഞ്ഞാലും അതെൻ്റെ മനസ്സിൽ കൊള്ളും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ശരിയാ, അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം മരണകാരണം കണ്ടെത്തേണ്ടത് ഒരു മകളുടെ കടമ തന്നെയാണ് എന്ന് ഡോക്ടറും പറയും. അതായത് ഈ നമ്മുടെ ഋതികയെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ. പക്ഷെ മേനോൻ സാറിൻ്റെ കാര്യത്തിൽ ഒരു സംശയത്തിനും അവിടെ സ്ഥാനമില്ല മോളെ. പിന്നെ
അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചങ്കത്ത് കൈയും വെച്ച് ദൈവങ്ങൾക്ക് നന്ദി പറയാം പ്രതാപൻ. ഒരു തരത്തിലും അസ്വാഭാവികമായൊരു മരണമായിരുന്നില്ല അത്, പിന്നെ തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം തന്നെ ആയിരുന്നു അതെന്നൊക്കെ ഡോക്ടർ പറയാം. അപ്പോൾ ഈ പ്രതാപനിരുന്ന് ഇങ്ങനെ വല്ലാതായിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിലും കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് ഡോക്ടർ, അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഋതികയും പറഞ്ഞു. എന്നാലും കുട്ടിയുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും. കുട്ടി അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ജ്യോത്സ്യന്മാർ പറയുന്നത് വിശ്വസിക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, ഒരിക്കലും ഞാനത് പറയില്ല. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ ഇങ്ങനെ പ്രതാപൻ നോക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഋതിക ഇങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സുകളല്ലേ, വ്യക്തിപരമായ തീരുമാനമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പ്രതാപനും ഡോക്ടറും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാണിച്ചു കൂട്ടുന്നതാണ് ഋതികയുടെ മുന്നിൽ. പക്ഷേ മെഡിക്കൽ സയൻസിനെ വിശ്വസിക്കാതിരിക്കരുത്, പ്രത്യേകിച്ചും കുട്ടിയുടെ അച്ഛൻ്റെ കേസിൽ എന്ന് പറഞ്ഞപ്പോൾ സോറി ഡോക്ടർ, ഉള്ളിലുണ്ടായിരുന്ന ചില ഡൗട്ട്സ്, സംശയങ്ങൾ, അത് ക്ലിയർ ചെയ്യണമെന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, അതിന് മറ്റൊന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും മോൾക്ക് അങ്ങനെയൊന്നും ഒരു ഇത് പറയേണ്ട കാര്യമില്ല. മോളുടെ ഏത് കാര്യത്തിനും ഈ ഡോക്ടറും അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ എപ്പോഴും മോൾക്കൊപ്പം കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഡോക്ടർ നമ്മുടെ ഋതികയെ നല്ല നൈസായിട്ട് അങ്ങ് പറഞ്ഞങ്ങ് സെറ്റാക്കി. ഡോക്ടർ എന്നിട്ട് പ്രതാപനെ നോക്കി ചിരിക്കുക, പ്രതാപനും ഋതികയെ നോക്കി ചിരിക്കുന്നു. ഒരു ചിരിയൊക്കെ ചിരിച്ച് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോണു. അങ്ങനെ അതും കഴിഞ്ഞങ്ങ് പോയി. ഇവരങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയെയും സേതുവിനെയും ആണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വീട്ടിൽ വന്നേക്കുക. അപ്പോൾ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. സേതുവേട്ടനോട് ഇപ്പോൾ അവർക്കൊരു ദേഷ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അതൊന്നുമല്ല, അവർക്ക് ഞാൻ വന്നാലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പല്ലവി പോയിട്ട് വരാൻ പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ പല്ലവിക്ക് ഇങ്ങനെ അവിടെ കാവൽ നിൽക്കുന്നു. പല്ലവി എന്ന് വീട്ടിലേക്ക് കയറിയപ്പോൾ ചേച്ചി എന്നും പറഞ്ഞു ഓടി വന്നു പാറു. അപ്പോഴേക്കും അമ്മയും ഒക്കെ ഓടി വന്ന് പല്ലവിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.